നാട്ടിൽ ഓണമൊക്കെ കഴിഞ്ഞു, പക്ഷേ വാസയിൽ ഇപ്പോൾ ഓണമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണപ്പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതുതായിട്ട് സ്റ്റുഡൻസിനെ എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അങ്ങോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5 to 9 മണി വരെയാണ് പരിപാടി. ആൾക്കാർക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹാളിൽ തന്നെയാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മളെല്ലാവരും കൃത്യം 5 മണിക്ക് തന്നെ അവിടെ എത്തി. ഓണമാണല്ലോ, പത്തപ്പൂക്കൾ എന്തായാലും നിർബന്ധമാണ്. നമ്മളവിടുത്തെ പോലെ പൂവൊന്നും മേടിക്കാൻ ഇവിടെ കിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് അവർ തന്നെ കൊണ്ടുവന്ന പൂവാണ്, അവിടെ നിന്നൊക്കെ പറിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നത്. അങ്ങനെ എല്ലാവരും അത് പൂവൊക്കെ ഇങ്ങനെ കിറുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഓണമായ പൂ അലർജിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ പൂ വെറുക്കാൻ കൂടിയില്ല. പുതുതായിട്ട് വന്ന എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നു, പക്ഷെ ഞാനാണ് ആദ്യം പോയത്, അതുകൊണ്ട് എന്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഗെയിംസും ഡാൻസൊക്കെ ആയിട്ട് ഓണപ്പരിപാടി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സദ്യ ഉണ്ടായിരുന്നു. സദ്യ ഓരോ ഐറ്റംസ് എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് സദ്യ. സാധാരണ എനിക്ക് പച്ചക്കറിയൊക്കെ അലർജിയാണ്, പക്ഷെ എന്തോ ഇത് കഴിച്ചപ്പോൾ ഒരുപാട് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു. കസാരയിട്ട് കളി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ എന്നെ നോക്കണ്ട, കാരണം രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ ഞാൻ പുറത്തായി. ഹൈലൈറ്റ് ഇതൊന്നുമല്ല, സുന്ദരിക്ക് വോട്ടോടെ മത്സരം ഉണ്ടായിരുന്നു. ഇതല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും ഇത്. എന്തായാലും എല്ലാവരും മത്സരത്തിൽ പൊട്ടുവിടാൻ വേണ്ടി മത്സരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാനതിൽ മത്സരിച്ചില്ല. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 11-11:30 ആയിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.